ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെ തിന്നാനും നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിലാക്കിയെടുക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഈ മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ മേലെ കുറച്ചും കൂടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കയ്യിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ഒന്ന് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയം നമുക്ക് കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് ആവശ്യമായിട്ട് കുറച്ച് ഫില്ലിങ്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിതാ ഇവിടെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഇനി ചെറുതാണെങ്കിൽ 2 ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഉടച്ചെടുത്തത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായി കുനുകുനാ അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഒരു പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും ചേർത്തെടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാല ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാവിലും മൈദയിലും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉപ്പിന് ഇതിന് മതിയാവും. നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. സവാള ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ ഇടർത്തി ഇട്ടിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് വലിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. കുറച്ച് വലിയ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഉരുളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ നിന്നും ഒരു ഉരുള എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് വലിയ പത്തിരി ആക്കിയിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് വലിയ ഉരുള ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വലിയ ഒരു പത്തിരി ആക്കി തന്നെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിതാ ഈ ഒരു വലിപ്പത്തിലാണ് പത്തിരി പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഈ പത്തിരിൻ്റെ മേൽഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഫില്ലിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് നന്നായിട്ട് കനം കുറഞ്ഞ രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫില്ലിങ്സൊക്കെ പരത്തി കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 3-4 പീസാക്കി നമുക്ക് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് ഇതൊന്ന് നേരെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ.
ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ റോൾ ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുത്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഒരു ഉരുളയും കൂടെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് വലുതാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഫില്ലിങ്സും അതിൻ്റെ മേലെ പരത്തി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് പരത്തിയതിന് ശേഷം ഇത് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പോലെ തന്നെ അതൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ഉരുളകളും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്നും ഒന്നെടുക്കാം. അതിന് ശേഷം കുറച്ചും കൂടെ പൊടി ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ കോയിൽ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അല്ല ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഈ ഒരു റൗണ്ട് ഷേപ്പ് ആകുന്നത് വരെ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം, നോർമൽ വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കലക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഓയിൽ ഇതിലേക്ക് ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചെടുത്താൽ മതി. ഇനി ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോന്നും എടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ പ്രത്യേകിച്ചിട്ട് ഇതിൻ്റെ വക്ക് ഭാഗങ്ങളിലാണ് കൂടുതലാവേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഒരു 4 എണ്ണം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ടെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടുന്നത് വരെ നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടിഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ തിരിച്ച് ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കൂടുതൽ എണ്ണയൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.